എന്തുകൊണ്ടാണ് പുതിയ നിയമം? എബ്രായ ലേഖനത്തിൻ്റെ 8-ാം അധ്യായം വായിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. 7-ാം വാക്യം. ഒന്നാമത്തെ നിയമം അത് പഴയ നിയമമാണ്. അത് കുറ്റമില്ലാത്തതായിരുന്നെങ്കിൽ രണ്ടാമത്തെ നിയമമായ പുതിയ നിയമത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെ പറയുകയാണ്, പഴയ നിയമം കുറവുള്ളതായിരുന്നെന്ന്, പൂർണ്ണമായിരുന്നില്ലെന്ന്, കുറ്റമറ്റതായിരുന്നില്ലെന്ന്. ദൈവത്തിനെന്തോ തെറ്റുപറ്റിയെന്നാണോ? അല്ല. അത് ഇതുപോലല്ലോ, ഒരാളൊരു കാറുണ്ടാക്കുന്നു, അതിലൊരു പിഴവ് കാണുന്നു, അവനത് മെച്ചപ്പെടുത്തി പിന്നെയും ഉണ്ടാക്കുന്നു. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുന്നില്ല. ഒന്നാമത്തെ നിയമത്തിൽ കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവം മനുഷ്യനിൽ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ അത് മനുഷ്യനിൽ ചെയ്യാനായിട്ട് ആ നിയമത്തിന് കഴിഞ്ഞില്ല. കാരണം അത് സംഭവിക്കാൻ വേണ്ടി ദൈവത്തിന് മറ്റ് ചില കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി യേശു ക്രിസ്തുവിന് നമ്മളെപ്പോലെയുള്ള ഒരു ജഡത്തിൽ 33.5 വർഷം ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് പോവുകയും ചെയ്യേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. അത് അന്നുവരെയും സംഭവിച്ചിരുന്നില്ല. അതുകൊണ്ട് പഴയ നിയമത്തിൽ ഒരിക്കലും ദൈവത്തിൻ്റെ കണ്ണിൽ മനുഷ്യനെ പൂർണ്ണനായിട്ട് കാണാൻ കഴിയുമായിരുന്നില്ല. ദൈവത്തിൻ്റെ നിലവാരത്തിൽ ആ പ്രമാണത്തിന് മനുഷ്യനെ ഒരിക്കലും പാപം ചെയ്യാത്തതുപോലെ ദൈവസന്നിധിയിൽ നിർത്താനായിട്ട് കഴിയുമായിരുന്നില്ല. ക്രൂശ് മരണത്തിന് ശേഷമേ അത് സാധ്യമായിരുന്നുള്ളൂ. യേശു പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് പോകുന്നത് വരെ ദൈവത്തിന് അങ്ങനെ നമ്മളെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. യേശുവിൻ്റെ നീതിയുടെ വസ്ത്രം നമുക്ക് തരുവാൻ കഴിയുമായിരുന്നില്ല. പഴയ നിയമത്തിൽ എത്രമാത്രം വിശുദ്ധനായിട്ട് ഒരു മനുഷ്യൻ ജീവിച്ചാലും പുതിയ നിയമത്തിൽ ഇന്നലെ ജനിച്ച ഒരു വിശ്വാസിയെപ്പോലെ പോലും അവനാകാൻ കഴിയില്ല. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അവനെയും പുതിയ നിയമത്തിലെ ഏറ്റവും ബലഹീനനായ ഒരു സഹോദരനെയും മത്തായി 11 തുലനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നാം കേൾക്കുന്നു. അത് കാണുന്ന മത്തായി 11:12 വാക്യത്തിലാണ്. മത്തായി 11:11 സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ മത്തായി 11:11 യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ആദ്യമായി ജനിച്ച ആദാമിൻ്റെ ജനനം മുതൽ യേശുക്രിസ്തുവിൻ്റെ ജനനം വരെ, യേശുക്രിസ്തു ജനിക്കുന്നത് വരെ ജനിച്ച എല്ലാ മനുഷ്യരെയും എടുത്താൽ അവരെല്ലാവരിലും ഏറ്റവും വലിയ മനുഷ്യൻ, വലിയ പ്രവാചകനല്ല, സ്ത്രീയിൽ നിന്ന് ജനിച്ച ഏറ്റവും വലിയ മനുഷ്യൻ യോഹന്നാൻ സ്നാപകനായിരുന്നു. അതുപോലെ വലിയ പ്രവാചകനും. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയവന് യോഹന്നാൻ സ്നാപകനേക്കാൾ വലുതാകാൻ കഴിയും. ഇതാണ് പുതിയ നിയമത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് പിശാച് വീണ്ടും ജനിച്ചു എന്ന് പറയുന്ന അനേക വിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പുതിയ നിയമം കാണാൻ കഴിയുന്നില്ല. 60 വർഷം ക്രിസ്ത്യാനിയായി ഇരുന്നതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. മിക്കവാറും എല്ലാ സഭാ വിഭാഗങ്ങളെയും മനസ്സിലാക്കിയ ശേഷം, ക്രിസ്തീയ ഗോളത്തിൽ എഴുതപ്പെട്ട അനേക പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം, അവിടെ ഒന്നും പുതിയ നിയമത്തിലേക്ക് നടത്തുന്ന വ്യക്തമായ ഉപദേശങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഉണ്ടാകാം, ഞാൻ വായിച്ചിട്ടില്ലാത്തതാകാം. എല്ലാം എനിക്ക് വായിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങൾ പലരും അനേക വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനികളായിരിക്കുന്നവരാണ്. പല പ്രസംഗം കേട്ടിട്ടുണ്ട്, പല പുസ്തകങ്ങളും നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. CFCയിൽ നിന്ന് ഇതേപ്പറ്റി കേൾക്കുന്നതിന് മുമ്പ് ഈ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഉണ്ടെങ്കിൽ എന്നോടും പറയുക, ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഈ സത്യം ഇപ്പോഴും മറഞ്ഞിരിക്കുന്നത്? പഴയ നിയമം മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം. നാം ആ 10 കൽപ്പനയ്ക്ക് കീഴിലല്ല ഇന്ന്. പരിശുദ്ധാത്മാവ് വന്ന് ഇന്ന് ആ 10 കൽപ്പന ഇല്ലാതാക്കിയിരിക്കുന്നു. ഇന്ന് നാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. യേശു എത്രമാത്രം മോശയിൽ നിന്ന് ഉയർന്നതിനായിരുന്നു, അത്രയും പുതിയ നിയമം പഴയ നിയമത്തെക്കാൾ ഉയർന്നതാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇല്ല, പഴയ നിയമത്തിൽ ആർക്കും അതിന് കഴിയുമായിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു ശിശുവിന് പോലും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയും. അതെത്ര വലിയ ബഹുമതിയാണെന്ന് നമുക്കറിയില്ല. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ പറയുകയാണ്,
നിനക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കും. അവർ പറയും, ഇല്ല, അതിന് സാധ്യമല്ല. ദൈവം എൻ്റെ പിതാവാണോ? ഒരിക്കലും സാധ്യമല്ല. അവൻ സർവശക്തനായ ദൈവമാണ്. എന്നാൽ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന നമുക്ക് അതിൻ്റെ ബഹുമതി എന്താണെന്ന് അറിയില്ല. എത്ര വലിയൊരു ബഹുമതിയാണ്! നിങ്ങൾക്കത് സാധാരണമായിട്ട് തോന്നുന്നു? വളരെ സമ്പത്തുള്ള ഭവനത്തിൽ ജനിക്കുന്ന മക്കൾ, അവർക്ക് സമ്പത്ത് സാധാരണമാണ്, നിശ്ചയമായിട്ടും. വളരെ വില കൂടിയ വാഹനങ്ങളിൽ അവർ യാത്ര ചെയ്യുന്നു, വളരെ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ ഇന്ത്യയിലെ ഒരു ചേരിയിൽ കഴിയുന്ന ഒരു കുഞ്ഞിനോട് നിങ്ങളത് പറഞ്ഞാൽ അതിൻ്റെ 1% അവന് കിട്ടിയാൽ അവൻ എത്ര സന്തോഷവാനാകും. ഇങ്ങനെയാണ് പല വിശ്വാസികളും. നമുക്കുള്ള ബഹുമതിയെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല. നാം ആഴത്തിലുള്ള അനേക സത്യങ്ങൾ കേൾക്കുന്നു, എന്നാൽ നമുക്കത് മനസ്സിലാകുന്നില്ല. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ആ കാര്യം തന്നെ എത്ര വലിയ ബഹുമതിയാണെന്ന് ഞാൻ ഒരിക്കലും അത് മറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചത് രക്ഷിക്കപ്പെട്ട ശേഷം 16 വർഷത്തിന് ശേഷമാണ്. അതെനിക്ക് ഒരു സത്യമായി മാറിയത്. അത് ഏതാണ്ട് 16-17 വർഷത്തിന് ശേഷമായിരുന്നു അതെനിക്ക് ബോധ്യമായത്. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ അവനെ പിതാവെന്ന് വിളിച്ചത്. ഓ, അവൻ ശരിക്കും എൻ്റെ പിതാവാണ്. ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ്റെ കൈപിടിച്ച് ഞാൻ പറയും, ഈ റോഡിലൂടെ എത്രമാത്രം കാറുകൾ പോകുന്നുണ്ടെങ്കിലും അതൊന്നും എന്നെ പ്രയാസപ്പെടുത്താതെ നീ എന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകും. എനിക്ക് തനിയെ നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നിനെപ്പറ്റിയും വിചാരമുള്ളവനായിരിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ പിതാവ് എനിക്കായിട്ട് കരുതുന്നു. ഞാനതിങ്ങനെയാണ് കാണുന്നത്. ദരിദ്രരായിട്ടുള്ള മാതാപിതാക്കൾ ചില പ്രത്യേക സാഹചര്യത്തിൽ അവർ താമസിക്കുന്ന വാടക വീടിൽ നിന്ന് അവരെ പുറത്താക്കുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ അവരുടെ സ്വന്തം വീട് കോടതി വിധി എതിരായി അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടുന്നു. അങ്ങനെ ദരിദ്രരായിട്ടുള്ള മാതാപിതാക്കൾ ആ വീടിന് പുറത്താകുന്നു എന്ന് കരുതുക. നാളെ രാവിലെ ഈ വീട് ഒഴിഞ്ഞു പോകണമെന്ന് അവരോട് പറഞ്ഞിരിക്കുന്നു. അവർക്ക് പോകാൻ ഒരിടമില്ല. എന്നാൽ ആ വീട്ടിലെ 2 വയസ്സുള്ള മകൻ്റെ അടുക്കം ചെന്ന് നിങ്ങൾ പറയുകയാണ്, നിനക്കറിയാമോ നാളെ നിനക്ക് ഈ വീട് ഒഴിഞ്ഞു പോകണമെന്നുള്ള കാര്യം? നീ എന്താണ് ഒന്നും ചെയ്യാതെ കിടന്നുറങ്ങുന്നത്? അവൻ പറയും, എന്നെ ശല്യപ്പെടുത്തരുത്, പോയി പിതാവിൻ്റെ അടുക്ക പറയുക. 2 വയസ്സുള്ളൊരു മകൻ അങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്കും അങ്ങനെ ആയിരിക്കും. എത്ര വലിയ പ്രശ്നങ്ങൾ എൻ്റെ ചുറ്റുമുണ്ടെങ്കിലും എന്നോടല്ല, എൻ്റെ പിതാവിനോട് പറയുക. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, ഞാൻ സ്വസ്ഥനായിട്ടിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സാഹചര്യമോ പ്രശ്നങ്ങളോ എന്തു തന്നെ ആയിരുന്നാലും നിങ്ങൾ ഇപ്രകാരമാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തെ നിങ്ങളുടെ പിതാവായിട്ട് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. പല കാര്യവും നിങ്ങൾക്കറിയാമായിരിക്കും, എന്നാൽ പിതാവായിട്ട് നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടില്ല. 16 കൊല്ലം തത്വത്തിൽ അവൻ എൻ്റെ പിതാവാണെന്ന് എനിക്കറിയാമായിരുന്നു, എന്നാൽ സത്യത്തിൽ എനിക്കത് അറിയില്ലായിരുന്നു. അതെൻ്റെ ജീവിതം തന്നെ മാറ്റി. നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ നിങ്ങൾ എത്ര പേര് സത്യമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പിതാവ് എന്ന് വിളിക്കുന്നത്. ദൈവം എൻ്റെ പിതാവാണെന്ന് നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് അറിയാമായിരിക്കും. കേട്ട് കേട്ട് നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ടാവും. അത് വെറും യാന്ത്രികമാണ്. ഞാൻ വിശ്വസിക്കുന്നു മിക്ക ക്രിസ്ത്യാനികളും ഇങ്ങനെ തന്നെയാണ്. എന്നാൽ ആത്മാവെന്ന് പറഞ്ഞാൽ അത് യാന്ത്രികമായിരിക്കുകയില്ല. നിങ്ങളതറിയും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളതറിയും. ഈ ലോകം ഭരിക്കുന്നത് എൻ്റെ പിതാവാണ്. ഞാൻ ഭയപ്പെടേണ്ട. അതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് പിശാച് അനേക വിശ്വാസികളെ ഇത് കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ മറ്റൊരു കാര്യം പറയാം. പോയിൻ്റായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും പോയിൻ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കേൾക്കുന്നവർക്ക് പോയിൻ്റൊക്കെ മനസ്സിലാകും, എന്നാൽ അത് അവർക്ക് ജീവനായി തീരത്തില്ല. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ അനേക വർഷങ്ങൾക്ക് മുമ്പാണ്, 33 വയസ്സുള്ളപ്പോൾ ഞാൻ വെളിപാട് പുസ്തകം പഠിക്കാനായിട്ട് തുടങ്ങി. ഞാനത് പറഞ്ഞപ്പോൾ എല്ലാവരും ഗ്രഹിച്ചു. എന്നാൽ അവർ പാപത്താൽ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എന്താണ് കാര്യം? ഒരു കാര്യം പല പോയിന്റുകളെടുത്ത് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്, എന്നാൽ അത് അവരെ ജീവങ്കിലേക്ക് നടത്തണം. രണ്ടാമത്തെ കാര്യം, എല്ലാ കാര്യവും ഇതിൽ ഉൾക്കൊള്ളുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇതാണ്: ആളുകൾ പുതിയ നിയമത്തിലേക്ക് കടക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം, പുതിയ നിയമത്തിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിശാച് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് വ്യത്യാസമുണ്ടായി, നമ്മളത് കണ്ടു. പിശാചുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനും വ്യത്യാസമുണ്ടായി. ഇപ്പോൾ അവൻ എൻ്റെ മേൽ ഒരധികാരവുമില്ല. അവൻ തോൽപ്പിക്കപ്പെട്ടു. അവൻ്റെ അധികാരം അവനിൽ നിന്ന് എടുത്തു മാറ്റി. അനേകം വിശ്വാസികൾക്ക് അറിയാത്ത മറ്റൊരു കാര്യമാണ് ഇത്. അനേക വിശ്വാസികൾക്ക് പിശാചിനെ ഭയമാണ്. ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ കാണാറുണ്ടോ? കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചത് ശരിയാണ്. നിങ്ങൾ ഭയപ്പെടുന്ന സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തെ പിതാവായിട്ട് കണ്ടിട്ടില്ല. പിശാച് തോൽപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയില്ല. പല ഉപദേശങ്ങളും നിങ്ങൾക്കറിയാം. പള്ളിയിൽ വന്ന് നിങ്ങൾ പാട്ട് പാടുന്നുണ്ടായിരിക്കും. ദൈവം നിങ്ങളുടെ പിതാവാണെന്ന് നിങ്ങൾക്കറിയില്ല. പിശാച് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്കറിയില്ല.
ക്രൂശിൽ ഒരിക്കൽ എന്നേക്കുമായിട്ട്. ഞാൻ എത്രമാത്രം അത് കൂടുതൽ പറയുമോ ബുദ്ധിയിൽ അത്രമാത്രം കൂടുതൽ നിങ്ങളത് മനസ്സിലാക്കും. ഒരു യന്ത്രമനുഷ്യനെ പോലെ ബുദ്ധി കൊണ്ട് നിങ്ങളത് മനസ്സിലാക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കാം. പണം നേടാൻ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ, ജീവിതത്തിൽ മറ്റെന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ. അപ്പോഴേ പിശാച് തോറ്റെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം പൂർണ്ണമായിട്ട് മാറും. എനിക്കും അതാണ് സംഭവിച്ചത്. എന്നെ എത്ര കേട്ടതുകൊണ്ടും അത് സംഭവിക്കുകയില്ല. ആത്മാവിൻ്റെ നിറവിനായിട്ട്, ഇതേപ്പറ്റി ഒരു വെളിപാടിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പഴയ നിയമകാലത്ത് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ല. പരിശുദ്ധാത്മാവ് അവരുടെ മേലെയായിരുന്നു. ശുശ്രൂഷ. ചെങ്കടൽ അവർ പിളർത്തി. അവർക്ക് എരിഹോ മതിൽ ഇടിക്കാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ദൈവത്തെ അവർക്ക് പിതാവായിട്ട് അറിയില്ലായിരുന്നു. പിശാചിനോട് അവർക്ക് ഒരിക്കലും പോരാടാൻ കഴിയില്ല. പഴയ നിയമത്തിൽ ആരും പിശാചിനോട് എതിർത്തില്ലെന്ന് നിങ്ങൾക്കറിയാമോ? അമ്മോന്യരോട് അവർ യുദ്ധം ചെയ്തു. ഫെലിസ്ത്യരെ അവർ പലപ്പോഴും പരാജയപ്പെടുത്തി. മിസ്രൈമ്യരെ അവർ പലപ്പോഴും തോൽപ്പിച്ചു. പിശാചിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ഒരാൾക്ക് പോലും. പിശാചിനെ ആദ്യമായിട്ട് തോൽപ്പിച്ചത് യേശുക്രിസ്തുവാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആദ്യഭാഗം നാം വായിക്കുന്നു. അതിനുശേഷം അപ്പോസ്തലന്മാരൊക്കെ അത് ചെയ്തു. പഴയ നിയമത്തിൽ ആർക്കും പിശാചിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് യേശുവിൻ്റെ നാമമില്ലായിരുന്നു. അവർക്ക് ഭയമായിരുന്നു. നമുക്ക് കഴിയുന്നതിന് മീതെ ദൈവം നമ്മെ പരീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് പിശാച് അവരുടെ പോകാൻ അവൻ അനുവദിച്ചില്ല. എന്നാൽ പുതിയ നിയമത്തിൽ പിശാചിനെ ദൈവം അതിനനുവദിച്ചു. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നാണ് യാക്കോബ് 4:7 പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് വിശ്വാസികൾ പിശാചിനെ കണ്ടുഓടുന്നത്. അവർ പറയും എന്ത് ചെയ്യും, പിശാച് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട്. പാസ്റ്റർമാർ പോലും പറയുന്നത് കേട്ടിട്ടുണ്ട്. സായിക് ബ്രദറെ, പിശാച് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ആ സമയത്തൊക്കെ യേശുക്രിസ്തു എവിടെയായിരുന്നു? നിനക്ക് പുതിയ നിയമം എന്താണെന്നോ കർത്താവ് ആരാണെന്നോ അറിയത്തില്ല. അതാണ് പ്രശ്നം. ഈ പുതിയ നിയമത്തിൻ്റെ സാക്ഷ്യം പ്രഘോഷിക്കാനാണ് ദൈവം ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിച്ചത്. അതിൻ്റെ ഭാഗമാണ് നിങ്ങളെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വിടുതലിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട്. അവർക്കറിയാത്ത ഒരു കാര്യം എനിക്ക് അറിയാമെന്ന് പറയാനല്ല, എനിക്കതിൽ താല്പര്യമില്ല. ഞാൻ ആഗ്രഹിക്കുന്ന അവരുടെ ജീവിതത്തിൽ ഈ പുതിയ നിയമത്തിൻ്റെ സത്യം അനുഭവവേദ്യമാക്കാനാണ്. നമുക്ക് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് പോകാം. 14-ാമത്തെ വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിന്. ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവനെ കൊന്നുകളഞ്ഞില്ല, അവനെ നീക്കി. മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ. യേശു മരിച്ചത് നമ്മുടെ പാപത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല, പിശാചിൻ്റെ അധികാരം ഇല്ലാതാക്കാൻ കൂടിയാണ്. ആ വഴിയിലൂടെ മാത്രമേ നമ്മുടെ മേലുള്ള അവൻ്റെ അധികാരം ഇല്ലാതാക്കാനായിട്ട് കഴിയുള്ളൂ. ആദമും ഹവയും പിശാചിനെ അനുസരിച്ച് ആ സമയം മുതൽ അവരുടെ മേലെ പിശാചിന് അധികാരമുണ്ടായി. ആ സമയം മുതൽ മുഴുവൻ മനുഷ്യൻ്റെ മേലും പിശാചിന് അധികാരമുണ്ടായി. എന്നാൽ യേശു അത് എടുത്തു മാറ്റി. ഇന്ന് പിശാച് മരണത്തിൻ്റെ അധികാരിയല്ല. അവൻ യേശുവിൻ്റെ മേൽ ഒരധികാരം ഉണ്ടായിരുന്നില്ല. പലരും അവനെ കൊല്ലാൻ ശ്രമിച്ചു. അവൻ പറഞ്ഞു, ഇതുവരെ എൻ്റെ സമയം വന്നിട്ടില്ല. ഒരു കൂട്ടം ആളുകൾ അവൻ്റെ നേരെ വന്നിട്ടും അവർക്ക് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ സമയം അതുവരെയും വന്നിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഇത് വിശ്വസിക്കുന്നോ? പിശാചിന് നിങ്ങളെ തൊടാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? ഒരു സൈന്യത്തിനോ ഒരു ക്യാൻസറിനോ മറ്റൊന്നിനും തന്നെ. കാരണം മരണത്തിന്മേൽ അവൻ അധികാരമില്ല. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഒരപകടത്തിനും ഒരു ക്യാൻസറിനും ഒരു കൂട്ടത്തിനോ ഒരു സൈന്യത്തിനോ ആർക്കും എൻ്റെ സമയമാകുന്നതിന് മുമ്പേ എന്നെ തൊടാനായിട്ട് കഴിയില്ല. കാരണം പിശാച് തോൽപ്പിക്കപ്പെട്ടു, അവൻ്റെ അധികാരമില്ലാത്തവനായി. പുതിയ നിയമത്തിൽ ജീവിക്കുന്ന എത്ര അത്ഭുതകരമായ കാര്യമാണ്. പിശാച് ഈ സത്യം കാണാതെ അനേക വിശ്വാസികളെ കണ്ണു കുരുടാക്കുന്നതിൽ അത്ഭുതമില്ല. ഈ സത്യം കാണാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണ് തുറക്കപ്പെടാനായിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു.